ഐസ്ക്രീമിനോളം ജനസമ്മതിയുള്ള മറ്റൊരു സാധനം ഉണ്ടോയെന്ന് സംശയമാണ്. എത്ര പ്രായമായി കഴിഞ്ഞാലും ഇച്ചിരി ഐസ്ക്രീം എടുക്കാല്ലേ എന്ന് പറഞ്ഞാൽ ആവാം തന്നെ എല്ലാവരും പറയാറുള്ളൂ. കേരളത്തിൽ എത്രമാത്രം ഐസ്ക്രീം കമ്പനികളുണ്ട്. കേരളത്തിൽ നിർമ്മിക്കുന്നതുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിലുള്ളതുണ്ട്, വിദേശങ്ങളിൽ നിർമ്മിക്കുന്ന ഐസ്ക്രീമുകളുണ്ട്. കേരളം ഐസ്ക്രീമിന് നല്ലൊരു മാർക്കറ്റാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അരുൺ ഐസ്ക്രീമിനെ കുറിച്ചാണ്. കാരണം അരുൺ ഐസ്ക്രീം ഒരു സംഭവമാണ്. RG ചന്ദ്രമോഹൻ എന്ന ഒരു തമിഴ്നാട്ടുകാരൻ മാത്സിൽ തോറ്റതുകൊണ്ട് കോളേജ് പഠിത്തം നിർത്തിയിട്ട് ആശാൻ എൻ്റർപ്രണറായി. 1970-ലാണത്. കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് സ്ഥലം വിറ്റു. അന്നത്തെ 13,000 രൂപയോ 15,000 രൂപേൻ്റെ അടുത്തെന്തോ ആശാൻ സംഘടിപ്പിച്ചു. എന്നിട്ട് ഒരു 250 സ്ക്വയർ ഫീറ്റിൽ ചെന്നൈയിൽ റോയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അരുൺ എന്ന പേരിൽ ഒരു ഐസ്ക്രീം കമ്പനി തുടങ്ങി. ആദ്യം 3 പണിക്കാരും 9 ഉന്തുവണ്ടിയും 6 മുച്ചക്ര സൈക്കിളുകളാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് 10 പൈസയുടെ ഐസ് ക്യാൻഡികൾ, കപ്പ് ഐസ്ക്രീമൊക്കെ കോളേജ് പിള്ളേർക്ക് വിറ്റു. ആദ്യത്തെ വർഷത്തെ റവന്യൂ എത്രയെന്നറിയോ? 1.5 ലക്ഷം രൂപ. ഇന്നത്തെ അല്ല, അന്നത്തെ 1970 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര കോടികളിൽ കാണാൻ നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു 15 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഒരു 85ഓടെ അരുണ് തമിഴ്നാട്ടിലെ ടോപ്പ് ഐസ്ക്രീം സെല്ലറായി. അപ്പോഴേക്ക് അവർ എക്സ്ക്ലൂസീവ് ഐസ്ക്രീം പാർലറുകൾ തുടങ്ങിയിരുന്നു, ഫ്രീസറൊക്കെ വെച്ചിട്ടുള്ള. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അരുണാണ് തുടങ്ങിയത്. പിന്നെ അവർ ഐസ്ക്രീം ഫോർ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞ ക്യാമ്പയിനുകൾ, കല്യാണങ്ങളിലേക്ക് ഐസ്ക്രീം സപ്ലൈ ചെയ്യുന്നൊരു പരിപാടി, അത് അന്ന് വളരെ നോവലായിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. അത് ഭയങ്കര ഹിറ്റായി. 2020 ആയപ്പോഴേക്ക് അരുണിൻ്റെ റവന്യൂ 5,000 കോടി കടന്നിരുന്നു. ഏകദേശം 20 ലക്ഷം ലിറ്ററോളം പാൽ ഒരു ദിവസം അവരുപയോഗിക്കും. 20 ലക്ഷം ലിറ്റർ പാല് ഒരു ദിവസം അവരുപയോഗിക്കും. ഈ ചന്ദ്രമോഹന് രാജ്യം പത്മശ്രീ കൊടുത്തു ആദരിച്ചു 2025. ആശാൻ്റെ നെറ്റ് വർത്ത് 2.5 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. ഒരു മനുഷ്യൻ്റെ ഹമ്പിൾ ബിഗിനിങ്ങിൽ നിന്ന് ഇന്ന് എവിടെ വന്നെത്തി നിൽക്കുന്നതെന്നറിയോ? വഴി വെട്ടി വന്നവനാന്ന് ഒക്കെ പറയേണ്ടത് അദ്ദേഹത്തെക്കുറിച്ചാണ്.